അല്ല, എല്ലാവരും ഡൽഹിയിൽ വരൂല്ലേ? ഡൽഹിയിൽ വരുന്നതിന് ഇപ്പൊ നമുക്ക് ആർക്കും കുറ്റം പറയാൻ പറ്റും. ഇന്നലെ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് നേതൃത്വം വിളിപ്പിച്ചിട്ടാണ് ഡൽഹിയിലേക്ക് വന്നത്. എനിക്കറിയില്ല. അദ്ദേഹം രാവിലെ തന്നെ വിളിച്ചിരുന്നു, കാണണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാനിന്ന് CEC തെറ്റുകളൊക്കെയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ആലോചിക്കാന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അല്ല, ഞാൻ പറഞ്ഞല്ലോ. അല്ല, അപ്പൊ ആര് പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. എന്തായാലും CC3 ഒരു കാണണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം MLA ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ഒരാൾ കാണണം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുന്നതിന് എന്താ കുഴപ്പം? നിങ്ങളിങ്ങനെ ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ട് കാര്യമില്ല. ചർച്ച പങ്കെടുക്കാതെ അല്ല കെ സുധാകരൻ പോയിരുന്നു. കെ സുധാകരൻ KPC പ്രസിഡന്റുമായിട്ട് ദീർഘമായിട്ട് ഇന്നലെ സംസാരിച്ചിരുന്നു. കെ സുധാകരന് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് പോയി എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് എല്ലാ സീറ്റിലും വിശദമായിട്ടുള്ള ചർച്ചകൾ നടക്കും. ഓരോ സീറ്റിലും വിജയസാധ്യത മാനദണ്ഡമാക്കിക്കൊണ്ടുള്ള ചർച്ചയാണ് UDFന്റെ എല്ലാ നേതാക്കളും നടത്തുന്നത്. അപ്പൊ അങ്ങനെ അത്തരം ഒരു കാര്യത്തിൽ മുന്നോട്ട് പോകും. നിങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ജനം വലയാണ് ഗ്യാസ് കിട്ടാതെ. ഈ രാജ്യം മുഴുവൻ ജനങ്ങൾ ആകപ്പാടെ പ്രയാസത്തിന്റെ നടുവിലാണ്, വറുതിയിലാണ്. സത്യത്തിൽ ഒരു ഭാഗത്ത് ഈ ഗ്യാസിന്റെ വിലക്കയറ്റം, മറുഭാഗത്ത് ക്ഷാമം. സർക്കാരാണെങ്കിൽ നോക്കൂ, ഇന്നലെ മന്ത്രി നടത്തിയ പ്രസ്താവന നിങ്ങൾ കണ്ടു. വാസ്തവമായിട്ട് വല്ല ബന്ധമുണ്ടോ? നിങ്ങൾ ഈ ഡൽഹി തെരുവുകൾ നോക്കിയാട്ടെ, എത്ര ആയിരം ആളുകളാണ് ക്യൂ നിൽക്കുന്നത്. ഒരു ക്രമീകരണവും ഗവൺമെന്റ് ഇപ്പം പറഞ്ഞ് മണ്ണെണ്ണ പകരം വെച്ച് ഉപയോഗിച്ചോളെന്നാ പറയുന്നത്. ഒരു ക്രമീകരണവും ഇല്ല. ഇത് ഇന്ത്യൻ ഫോറിൻ പോളിസിയുടെ ഏറ്റവും ദയനീയമായ പരാജയമാണ് ഇന്നിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിയന്തരമായിട്ട് ചർച്ച ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധി ഇന്നലെ ചർച്ച ചെയ്യാൻ മെനക്കെട്ടപ്പോൾ 2 മിനിറ്റ് പോലും രാഹുൽ ഗാന്ധി അനുവദിച്ചില്ല. അപ്പോൾ ജനങ്ങളുടെ മൌലികമായിട്ടുള്ള ഏറ്റവും ജീവൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പോലും സർക്കാർ തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിലാണ് പാർലമെന്റ് നടക്കുന്നത്. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിന് പോകാം. അപ്പൊ അതിൽ താല്പര്യമില്ല. അത് ഓക്കെ.